ഹായ് ഹലോ ഇറ്റ്സ് ഐ ബഡി പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് അഹമ്മദാബാദിലാണ് നിൽക്കുന്നത്. അഹമ്മദാബാദിൽ ഗാന്ധിനഗറിലാണ് നിൽക്കുന്നത്. അതെ അതെ അതെ. പ്രവാസിന്റെ 5.0 2026 വേൾഡ് എക്സിബിഷൻ നടക്കുകയാണ്. നമ്മളിവിടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോ എടുത്തു. എന്നാൽ പോലും നമുക്ക് ഒരു ഭാഗത്തോട്ട് എത്തിയില്ല. വളരെ തിരക്കായിരുന്നു, നമുക്ക് വ്യക്തമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഓവറോൾ എല്ലാം ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് എല്ലാം. ഈ ഹാള് മൊത്തം 3 ഹാളാണ് ഉള്ളത്. 3 ഹാളിൽ നമുക്ക് 3 ദിവസം വേണ്ടി വരും. അത്രയ്ക്ക് തിരക്കും അത്രയ്ക്ക് ഒരു വലിയ ഹാളുമാണ്. എന്തായാലും നമുക്ക് മൂന്നാമത്തെ ദിവസം അകത്തോട്ട് കിടക്കാം. അപ്പോൾ ഹാൾ നമ്പർ 1, ഹാൾ നമ്പർ 10, ഹാൾ നമ്പർ 12 ഈ 3ലുമാണ് വാഹനങ്ങളുടെ എക്സിബിഷൻ നടക്കുന്നത്. നമുക്ക് ആദ്യം ഹാൾ നമ്പർ 1 കയറാം. ടാറ്റയുടെ വാഹനങ്ങളാണ്. ഓരോ ദിവസം രാത്രി വണ്ടികൾ മാറ്റി കൊണ്ടുപോകുന്നത് കേട്ടാണ്. ഇതാണ് നമ്മുടെ ഐ ഡി കാർഡ് ചെക്ക് ചെയ്യണം. ഐബടി ട്രാൻസ്പോർട്ട്. അതെ ഓക്കെ. അപ്പൊ നമ്മുടെ ടാറ്റയുടെ വാഹനങ്ങളാണ് ഫസ്റ്റ് കയറുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതാണ് ടാറ്റ മാജിക് EV ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. ഇന്ത്യൻ നിരത്തുകൾ ഇനി കീഴടക്കാൻ പോകുന്ന ഏറ്റവും ചെറിയ സ്കൂൾ പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഇലക്ട്രിക് വാഹനമാണ്. ഇതുവരെ നിലവിൽ പെട്രോൾ വാഹനമാണ് വന്നിരുന്നെങ്കിൽ ഇതിപ്പോ ഇലക്ട്രിക് വാഹനത്തിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്കൂൾ പർപ്പസ് മാത്രമാണ്. ഏകദേശം 9+1 ആണ്. അതായത് 9+D ആണ് ഡ്രൈവർ. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 10 സീറ്റ് കപ്പാസിറ്റിയിൽ വരുന്ന ഏതൊരു ആവശ്യത്തിനും ഏറ്റവും മൈലേജ് കൂടിയ ചെറു വാഹനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രിക്കിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഫുൾ ചാർജ് എത്ര ഓടുന്നു? എനിക്ക് 190 കിലോമീറ്റർ എങ്ങാണ്ടോ ഇന്നലെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അത് നമ്മുടെ നിരത്തില് കേരളത്തിന്റെ നിരത്തിലോട്ട് എത്തുമ്പോ എത്രത്തോളം ഇതാകും എന്നുള്ളത് കണ്ടറിയാവുന്ന ക്യാബിൻ നോക്കിയല്ലോ. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മാജിക് EVയുടെ ക്യാബിൻ ഒന്ന് നോക്കാം. ഇതിന് ക്യാബിനിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ ഇതില് ഗിയർ ഇല്ല. ഗിയറിന് പകരം ഇതിന് നോബാണ് വരുന്നത്. ന്യൂട്രൽ ഡ്രൈവ്, അതേപോലെ തന്നെ റിവേഴ്സ്, സ്പോർട്സ്, ഇത്രയും ആണ് ഇതിൽ വരുന്നത്. കൂടുതലായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ പഴയ മാജിക്കിൽ വരുന്ന അതേ സെയിം സാധനം തന്നെയാണ്. വേറെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലെ സീറ്റിംഗിന്റെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. ഏകദേശം ഇവിടെ ഒരു 9 പേർക്കെങ്കിലും 9 പേർക്ക് ഫ്രണ്ട് 8 പേർക്കും ഫ്രണ്ടിൽ ഒരാളും പിന്നെ ഡ്രൈവറും. 9+1 9+D ആണ് വരുന്നത്. അതായത് ഡ്രൈവർ അടക്കം 10 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ചെറിയ വാഹനം. അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് EVയുടെ കാര്യങ്ങൾ. വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഒരുപാടിട്ട് എഴപ്പിക്കുന്നില്ല. ടാക്സി മേഖലയിലും അതങ്ങനെ സ്കൂൾ പർപ്പസിന് വേണ്ടി ഒരു പുതിയൊരു തുടക്കമായിരിക്കും ഇത്. അടുത്തതായിട്ട് നമുക്ക് ടാറ്റയുടെ വിങ്ങർ പ്ലസ് ആണ് അല്ലേ? ഇനിയുള്ള നിരത്തിലോട്ട് കാണാൻ പോകുന്നത് വിങ്ങർ പ്ലസിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ. പുറം ഭാഗം കൊണ്ട് മാറ്റമൊന്നും ഇല്ലെങ്കിലും ഉൾഭാഗം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ എക്സിബിഷനിൽ ഉള്ളത് ഉൾഭാഗം കൊണ്ട് നല്ല മാറ്റമുള്ള ഒരു വെഹിക്കിളാണ് ഈ വിങ്ങർ പ്ലസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഫ്രണ്ട് ഭാഗങ്ങൾ കൊണ്ട് ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ഏകദേശം സെയിം വിങ്ങറിന്റെ ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ ലക്ഷറി ഫീലിംഗ് ആയിട്ടുള്ള സീറ്റുകൾ, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ കെറ്റില് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലക്ഷറി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമായിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതാണ് ക്യാബിൻ വ്യൂ അല്ലേ? അതെ അതെ, ഇതാണ് ക്യാബിൻ വ്യൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വിങ്ങർ പ്ലസിന്റെ ഉൾവശം. 7 സീറ്റാണ് വരുന്നത് അല്ലേ? അതെ. ഇതൊരു ലക്ഷറി എന്ന് പറഞ്ഞാൽ ഏതൊരു വാഹനത്തിന്റെ ലക്ഷറി എന്ന് പറയുന്നത് അതിന്റെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ ആ ഒരു സീറ്റിൽ ടാറ്റ ഇപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് ലക്ഷറി ആയിട്ടുള്ള ഒരു സീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരു ചെറിയ പില്ലും കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഹോൾഡർ പൗച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സീറ്റിന്റെയും സൈഡിൽ USB ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ലക്ഷറി ഫീലിംഗാണ് ഇത്. ഇത് പുഷ് ബാക്ക് ആണ്. എല്ലാ സീറ്റും പുഷ് ബാക്ക് ആണ്. ഇതിന്റെ പുഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്. സ്വിച്ച് ബേസിൽ വരുന്നത്. അത് സ്ലോയില് അത്രയും കംഫർട്ട് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട്. വളരെ പതുക്കെ മൂവിങ്, അത്രയും നല്ലൊരു ലെങ്തില്. മടി പോയി കിടക്കാം. അതെ അതെ. യോ, അത്രയും പുഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം കിടക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആയി. ഇതിന് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്? ലെഗ് പാഡ് ഇല്ല. അതുപോലെ തന്നെ എല്ലാത്തിനും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേ TV കൊടുത്തിട്ടുണ്ട്. മുകളില് AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതില് ഏറ്റവും ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇതില് ഒരു കെറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിട്ട്. അതേപോലെ തന്നെ ഇതിന്റെ അടിയിലായിട്ട് ഹെയറിന്റെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഉള്ള ഒരു ലക്ഷറി വാഹനമായിട്ടാണ്. നമുക്ക് അത്യാവശ്യം അപ്പുറത്ത് വേറൊരു ഡോർ ഉണ്ടല്ലേ, അപ്പുറത്ത് അത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് ടീ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ബാഗേജ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു 7 സീറ്റിന്റെ ഒരു കാരവൻ സെറ്റപ്പ് ആയിരിക്കും. ഇത് ലക്ഷറി ആയിട്ടായിരിക്കും ഇത് വരുവാണെങ്കിൽ രജിസ്ട്രേഷൻ. നമുക്ക് മുകളിൽ ബാഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് അവിടെ സ്പേസ്, വലിയ സ്പേസ് ഇല്ല. സീറ്റ് അറേഞ്ച്മെന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ട് ബാക്കില് വലിയ സ്പേസുകളില്ല. ഇതിലോട്ട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കമ്പനി തന്നെ ഏകദേശം കർട്ടൻ കൊടുക്കുന്നുണ്ട്. എല്ലാ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വിങ്ങർ പ്ലസിന്റെ. ഇത് നമ്മുടെ കേരളത്തിന്റെ നിരത്തിൽ ഇറങ്ങുമെന്നുള്ളത് കണ്ടറിയാവുന്നതാണ്. ഈ ഒരു സീറ്റ് അറേഞ്ച്മെന്റ്സിൽ നമ്മുടെ കാരവൻ ഉപയോഗിക്കുന്ന ആൾക്കാർ എടുക്കുമായിരിക്കും. അതെ, നോക്കാം അല്ലേ. വിങ്ങർ പ്ലസ് അപ്പൊ അടിപൊളി ഒരു ഡിസൈൻ, ബ്ലാക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡില് നമ്മുടെ പാസഞ്ചർ സൈഡിനോട് ചേർത്ത് ഡീസൽ ടാങ്കും ആഡ്ബ്രൂ ടാങ്കും വരുന്നുണ്ട്. ഇതിനൊരു കപ്പ് ഹോൾഡർ ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു പോരായ്മ, ക്യാപ്പ് വരുന്നില്ല, ക്ലോസിംഗ് ആയിട്ട് വരുന്നില്ല എന്നുള്ള ചെറിയൊരു പോരായ്മ കൂടി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. കാരണം ഇത്രയും സൗകര്യങ്ങൾ ഉള്ള ലക്ഷറി വാഹനത്തിന്, കാരവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിന്, കാരവാൻ ടച്ച് വരുന്ന ഒരു വാഹനത്തിന് കാണുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചാർജ് ഇല്ലാത്തതാണ്. അതെ, ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. കവർ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാണ്. അതെ. അതുപോലെ തന്നെ നമ്മൾ പുറകിലോട്ട് അത് പോവുകയാണെങ്കിൽ ഇതിന്റെ ലഗേജ്, അതായത് ബാക്കിലെ ലഗേജ് സ്പേസ് വളരെയധികം കുറവാണ്. എന്നുവെച്ചാൽ ഈ സീറ്റ് അറേഞ്ച്മെന്റ്സിൽ ഇത്രയും സ്പേസ് കിട്ടുന്നുള്ളൂ. അവിടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇൻവേർട്ടർ ബാറ്ററി ഫുൾ. ഇത് നേരത്തെ സീറ്റിന്റെ അടിയിലായിരുന്നു വന്നെങ്കിൽ ഇതിപ്പോ ഇവിടെയാണ് വന്നിരുന്നത്, ബാക്കിലാണ് വരുന്നത്. കൊള്ളാം. എങ്ങനെയുണ്ട് നമ്മുടെ വിങ്ങർ പ്ലസ്? അപ്പോ വിങ്ങർ പ്ലസ് ഹൈറൂഫ് അടിപൊളിയാണ് അല്ലേ? ഹൈറൂഫ് ആണ് വരുന്നത്. എണീറ്റ് നിൽക്കാൻ വേണ്ടിട്ട് ഹൈറൂഫിലാണ് ഇപ്പൊ വരുന്ന വിങ്ങർ വരുന്നത്. ടൈൽ ലൈറ്റിന് വ്യത്യാസമുണ്ടോ? ടൈൽ ലൈറ്റില് നേരത്തെ വരുന്ന വലത്തോട്ട് ഒരു ചെറിയ ചായ ഉണ്ടെങ്കിൽ ഇതിപ്പോ ഇത്രയും വരുന്നുള്ളൂ. ടൈൽ ലൈറ്റ് ചെറിയ ഒരു ഇതിലാണ് വരുന്നത്. ടയറിന്റെ സൈസിനും ഇല്ല, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നിലവിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ഡെമോക്ക് വെച്ച വണ്ടിയാണ്. ഇനി നിരത്തിൽ ഇറങ്ങുമ്പോ എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് നിരത്തിൽ നിന്ന് കണ്ടറിയാം. അപ്പൊ നമുക്ക് ടാറ്റയുടെ അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് അൾട്രാ പ്രൈം LPO 412 ആണ്. എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ഒരുപാട് വാഹനങ്ങൾ ഇന്നത്തെ ദിവസം ലോഞ്ചിങ് ഉണ്ട്. ഇലക്ട്രിക്കും ഉണ്ട്, അതേപോലെ തന്നെ ഡീസൽ വേരിയന്റിൽ വരുന്ന വാഹനം CNG കാണാനുണ്ട്. ഇത് മാർക്ക് പോളോ ടച്ച് വരുന്ന ഫിക്സഡ് ഗ്ലാസ് വാഹനമാണ്. ഫിക്സഡ് ഗ്ലാസ് നേരത്തെ വന്നത് സൈഡ് ഓപ്പൺ ആണെങ്കിൽ ഇത് ഫിക്സഡ് ഗ്ലാസ് വാഹനമാണ് വരുന്നത്. അകത്തുള്ള വിശേഷങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സുഖമുള്ള ഇത് തന്നെയാണ് വരുന്നത്. ഈ വാഹനം നമ്മള് നിലവിൽ ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല. പുറത്തുള്ള കാഴ്ചകളാണ്, വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിക്സഡ് ക്ലാസ്സിൽ AC ഫുള്ള് AC വരുന്ന വാഹനമാണ്. 5 ഗിയർ 5 ഗിയർ വരുന്ന വാഹനമാണ്. ഇതാണ് ക്യാബിൻ വ്യൂ വരുന്നത്. ക്യാബിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു TV കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. അത്യാവശ്യം കുഴപ്പമില്ല. 2+1 സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് കൊടുത്തത്. വുഡിന്റെ കളറിൽ കൊടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ഗ്ലാസ് ഉണ്ട്. GPS-ന്റെ എല്ലാ പോയിന്റിലും GPS-ന്റെ കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സീറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി, എല്ലാ വണ്ടിയുടെയും മെയിൻ ഹൈലൈറ്റ് സീറ്റ് ക്വാളിറ്റിയാണ്. അതേപോലെ എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത്. നിലവിൽ ഇപ്പൊ എല്ലാ വാഹനത്തിലും പുഷ് ബാക്ക് ആണ് വരുന്നത്. ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ ഇത് കപ്പ് ഹോൾഡർ ആണ് കൊടുത്തിട്ടുള്ളത്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എല്ലാം ഇതുണ്ട്. ലക്ഷറി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കാണാനും അതേപോലെ ബുക്ക് ചെയ്യാനും ഇതിനെക്കുറിച്ച് അറിയാനും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാഹനത്തിലും ഈ വിൽപ്പനയും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ എൻക്വയറി നടക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ്, നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ജാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ടൂൾസുകളും കാര്യങ്ങളും ഡെമോ ഒക്കെ ആയതുകൊണ്ട് വെച്ച് കാണത്തില്ല. ഇവിടുത്തെ ബാക്കിലെ ലഗേജ് സ്പേസ് ബൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലഗേജ് സ്പേസ് ആയിട്ടാണ് ബാക്കില് ലഗേജ് സ്പേസ് വെച്ചിട്ടുള്ളത്. സ്റ്റോറേജ് ഉണ്ട് ബാക്കില്. നല്ല പുതിയ വാഹനം ആയതുകൊണ്ട് തുറക്കാനും അടക്കാനും. അതേപോലെ തന്നെ ഈ ടൈൽ ലൈറ്റ് അത്യാവശ്യം സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ടൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഡ്രൈവർ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ ഡീസൽ ടാങ്ക് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡീസൽ ടാങ്കും രണ്ടാമത് വരുന്ന എയർ ടാങ്കിന്റെ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സാധാരണ ആഡ് ബ്ലൂവിന്റെ ഇതാണ് വരാനുണ്ട്, പക്ഷെ ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എയർ ടാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വരുന്ന മോഡലാണ് ടാറ്റ അൾട്ര പ്രൈം RE. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. നമ്മുടെ നേരത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാഹനമാണ് ഇത്. ഈ വണ്ടിയുടെ ഡ്രൈവ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. നമ്മുടെ നാട്ടിലേക്ക് വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. ഈ ഒരു സൈഡാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വരുന്നത് അല്ലേ? അവിടെ ഡോറില്ല, ലെഫ്റ്റ് സൈഡില് ഡോറില്ല. അപ്പൊ മിക്കവാറും ഇന്ത്യൻ നേരത്തിലോട്ട് തന്നെ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഡോറില്ലെന്ന് വെച്ചാൽ നമ്മള് വണ്ടി സൈഡാക്കി ഒതുക്കി നിർത്തിയിട്ട് ലെഫ്റ്റിലൂടെ ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ലെഫ്റ്റില് ഡോറില്ലാത്തത്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത, ഇത് നമ്മുടെ നാടുകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാഹനമാണ്. അപ്പോ അതുപോലെ തന്നെ ഇത് മാനുവൽ വാഹനമാണ്, ഓട്ടോമാറ്റിക് വാഹനമല്ല. മാനുവലായിട്ട് പ്രവർത്തിക്കുന്ന റൈറ്റ് സൈഡിൽ ഗിയറും ലെഫ്റ്റ് ഡ്രൈവുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു സൈഡിൽ ഒരുപാട് സ്വിച്ചും കാര്യങ്ങളും കൺട്രോൾ സിസ്റ്റം ഒക്കെ ഉണ്ട്. അതെ, അപ്പൊ ഇതിന്റെ ട്രെയിനിങ് കിട്ടിയാലേ ഇത് ഈ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലേക്കുള്ളതല്ല, മനസ്സിലായി. അതെ. സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയല്ലോ. സീറ്റിന്റെ അറേഞ്ച്മെന്റ്സ് നോക്കും. എല്ലാത്തിനെയും പോലെ ടാറ്റയും സീറ്റ് അറേഞ്ച്മെന്റ്സിൽ എല്ലാ വാഹനം പോലെ തന്നെ സീറ്റ് അറേഞ്ച്മെന്റ്സിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ്, അതായത് സേഫ്റ്റി, ഇനിയുള്ള കാലത്ത് സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് എല്ലാ വാഹനവും ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പക്കയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സീറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ തന്നെ പുഷ് ബാക്ക് എല്ലാത്തിലും നമ്മളിപ്പോൾ നിലവിൽ കണ്ടിട്ടുള്ള എല്ലാ വാഹനത്തിനും പുഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിനും പുഷ് ബാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാഹനത്തിനെ പോലെ തന്നെ ഇതിൽ ചാർജിങ് സോക്കറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഹോൾഡറുകളുണ്ട്, കപ്പ് ഹോൾഡറുണ്ട്, മൊബൈൽ ഇത് ഇവിടെ മൊബൈൽ ഹോൾഡർ വരുന്നു, ഇത് കപ്പ് ഹോൾഡർ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. സെൻട്രലായിട്ട് എമർജൻസി ഡോറ് വരുന്നുണ്ട്, അതുപോലെ ഫയർ എക്സ്ക്യൂഷൻ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ എല്ലാത്തിലും ഇനിയുള്ള കാലത്ത് സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് എല്ലാ വാഹനങ്ങളും കൊടുക്കുന്നതിൻ്റെ ഭാഗത്ത് നമ്മളെല്ലാ വാഹനത്തിലും സീറ്റ് ബെൽറ്റ് കണ്ടിട്ടുണ്ട്. എല്ലാ വാഹനത്തിലും സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സീറ്റ് ബെൽറ്റും ചെയ്തിട്ടുണ്ട്. അതാണ് ടാറ്റയും കൊടുത്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ്. അങ്ങനെയൊക്കെ മുകളിൽ നമുക്ക് ബാഗ് കാരിയറും ഉണ്ട് അല്ലേ? അതെ, ബാഗ് കാരിയർ രണ്ട് വശത്തും ഉണ്ട്. അപ്പൊ ഇതൊരു പർപ്പസ് എന്ന് പറയുന്നത് സ്കൂൾ ബസ്സോ ഓഫീസ് ടൂറിസ്റ്റ് പർപ്പസ് ആയിരിക്കും. ടൂറിസ്റ്റ് പർപ്പസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ നേരത്തിൽ ഈ വാഹനം കേരളത്തിലിട്ട് എത്രത്തോളം ഇത് വരുമോ എന്നുള്ളത് കണ്ടറിയാവുന്നതാണ്. ഫ്രണ്ട് ഒക്കെ ഒരു വ്യത്യസ്തമായ സ്ക്വയർ ലുക്ക് ആണല്ലേ? അതെ, ലുക്കിലാണ് വന്നിട്ടുള്ളത്. നാട്ടിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സാറ് ട്രാവൽസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബസ് ബോഡി ബിൽഡേഴ്സ് ഒക്കെയാണ്. അതെ, അപ്പോൾ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറേ പേര്? സാറേ എൻ്റെ പേര് സന്തോഷ് കുമാർ പിള്ളെ. ഓക്കെ. സൂര്യ കോച്ച് പ്ലസ് സൂര്യ ട്രാവൽസ് അതിൻ്റെ എല്ലാം ഓപ്പറേറ്ററാണ്. നമ്മൾ നല്ലപോലെ നടന്നു പോകുന്നു മുംബൈയില്. എൻ്റെ പേര് നിക്സൺ ജോസഫ്, സെന്റ് ജോസഫ് ട്രാവൽസ് ആണ്. എനിക്ക് സ്കൂൾ ബസ്സും AC ബസ്സും ആണ് ഉള്ളത്. നാട്ടില് ചാലക്കുടിയാണ്. നമ്മുടെ നാട്ടില് കൊല്ലം ചവറ. ഓക്കെ, വലിയ സന്തോഷം സാറേ. അതെ, ഇതില് ഏകദേശം ഡീസൽ വാഹനമാണ്. ഇതിൽ 3 വേരിയന്റിലാണ് വരുന്നത്. 35 സീറ്റ്, അത് 40 സീറ്റ്, 50 സീറ്റ് അങ്ങനെയാണ് വരുന്നത്. 50 സീറ്റിലോട്ട് വരുമ്പോൾ 3+2 ആവും ഈ വാഹനം. 3+2 ഒരു സൈഡിൽ 3ഉം ഒരു സൈഡിൽ 2ഉം അങ്ങനെയാണ് വരുന്നത്. അതുവരെ ഈ 40 സീറ്റ് വരെ
2+2 ആണ്. അത് ഒരു സൈഡിൽ രണ്ടും മറ്റൊരു സൈഡിൽ രണ്ടും രണ്ടുമായിട്ടാണ് വരുന്നത്. ഇത് രണ്ടും രണ്ടുമായിട്ടാണ് വരുന്നത്. ഈ വാഹനം 2+2 ആണ് വരുന്നത്. അതുപോലെ തന്നെ 35 സീറ്റിലും വാഹനത്തിന്റെ ഷാസി ചെറുതായിരിക്കും. അപ്പോ സീറ്റ് അറേഞ്ച്മെന്റ്സും കുറവായിരിക്കും. 35 സീറ്റേ വരുവുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വണ്ടി അടിപൊളിയ വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നില്ല എന്നുള്ള വിഷമം. അതെ അതെ, നമ്മുടെ കേരളത്തിന്റെ നേരത്തിൽ ഇതുവരെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ബസ് കണ്ടിട്ടില്ലെങ്കിലും ഇത് മിക്കവാറും നമ്മുടെ നാട്ടിലോട്ട് ആയിരിക്കൂല. നല്ല നീളത്തിലുള്ള കൊമ്പാണ്. എക്സ്പോർട്ടിംഗ് ആയിരിക്കും. ഇത് മിക്കവാറും എക്സ്പോർട്ടിംഗ് ആയിരിക്കും. എന്തായാലും കൊള്ളാം. അപ്പൊ അജ്മലി, അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ടാറ്റയുടെ CNG ഷാസിയാണ്. അതെ, CNGയില് ഷാസിയില് ഇനി വരുന്ന, അതായത് ഇന്ത്യൻ നേരത്തിലോട്ട് ഇനി വരുന്ന ഷാസിയാണ്. പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് പ്രവാസിലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് LPO 1620 CNG വെഹിക്കിൾ ആണ്. ടാറ്റയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന CNG വെഹിക്കിൾ. ബസിന്റെ ഷാസി ആണല്ലേ? അതെ അതെ, ബസിന്റെ ഷാസിയാണ്. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ 58 സീറ്റ് പർപ്പസ് ആണ് വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റ് പർപ്പസ് തന്നെ ആയിരിക്കും. 58+1, അതായത് 58 സീറ്റ്, ഒരു ഡ്രൈവർ, അങ്ങനെയാണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. ക്യാബിലൊന്ന് കയറിയാലോ? ഓ, അപ്പൊ ഇതിന്റെ ക്യാബിൻ. അതെ, ചേസിലോട്ട് കയറുമെന്ന് പറഞ്ഞാൽ. അപ്പോ ഇതാണ് ഇതിന്റെ ക്യാബിൻ വരുന്നത്. ചേസാണ്. അപ്പോ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ സീറ്റിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ വരുന്നത് നമ്മുടെ പുറത്ത് ബോഡിയിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സീറ്റിൽ തന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പിലാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ബോഡി കിട്ടുമ്പോൾ മാറ്റി വെക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. ഇതിപ്പോ ഷാസി ആയതുകൊണ്ട് ഡെമോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. 6 ഗിയറിന്റെ വാഹനമാണ് ഈ വരുന്നത്. ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. CNG മാറ്റി മാത്രമേ ഉള്ളൂ. ആ ഒരു ഇത് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞാൽ ഹെവി ആയിട്ട് കയറണമെങ്കിലും ഇതിപ്പോ എല്ലാ പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിലും ഉണ്ട്. ലൈറ്റ് ഓടിക്കണമെങ്കിലും ഹെവി ആയിട്ട് ഓടിക്കണമെങ്കിലും ഉണ്ട്. ഈ ഒരു സെറ്റപ്പ് എല്ലാ വാഹനത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ പ്രത്യേകതയായിട്ട് ഒന്നുമില്ല. ഇതിന്റെ CNG ടാങ്കുകളൊക്കെ ഒന്ന് കണ്ടാൽ നിരത്തി ബാക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ ഭാഗം ഇതാണ്. ബാറ്ററി ഇവിടെ നിന്ന് ചേഞ്ച് ആവും. സൈഡിലോട്ട് ഇത് ബോഡി കെട്ടി വരുമ്പോ സൈഡിലോട്ട് മാറും ബാറ്ററി. ഷാസി വരുന്ന ആ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 ഫ്യൂൽ ടാങ്ക് 5 ഉള്ളത്. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഗ്യാസ് ഫില്ലിംഗ് ഒരു ഏരിയ വരുന്നത്. ഒരു സ്റ്റേഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്. ഇവിടെ ഒരു ഗ്യാജ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കാണാൻ പറ്റും. ഫ്യൂവൽ ചെയ്യുന്ന അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കേജ് ഇവിടെ. ഇതിന് ആരെങ്കിലും പറയുന്ന കേട്ടോ എത്ര ഫുൾ ഗ്യാസിൽ എത്ര പോകും? അത് പറഞ്ഞിട്ടില്ല. എല്ലാരും ഭയങ്കര തിരക്കാണ്. വണ്ടി ബുക്ക് ചെയ്യുന്നതിന്റെ തിരക്കാണ് എല്ലാരും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറങ്ങി വരാം, എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടു വരാം. കപ്പാസിറ്റി എല്ലാം എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും? കപ്പാസിറ്റി ടാങ്കിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതായിരിക്കൂല. എത്ര 13.5 ആണോ ലെങ്ത്? പറഞ്ഞിട്ടില്ല. ലെങ്ത് ഞാൻ ചോദിച്ചപ്പോ അവര് കറക്റ്റ് ആയിട്ടല്ല, പ്രോപ്പർ ആയിട്ടല്ല പറഞ്ഞത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് ചോദിച്ചേക്കാം, ആരെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം. എന്തായാലും 13.5 മീറ്ററിലാണ് വരാൻ സാധ്യത. 58 സീറ്റ് കപ്പാസിറ്റി വരണമെങ്കിൽ അത്യാവശ്യം 13.5 മീറ്റർ വേണം. ഇതിന്റെ ഡീറ്റെയിൽസ് CNG ആണ്. 58+1, പിന്നെ 91 കിലോമീറ്റർ സ്പീഡാണ് വരുന്നത്. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 3+2 ആണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ടാറ്റയുടെ തന്നെ മറ്റൊരു വാഹനത്തിന്റെ മുമ്പാണ്. അൾട്ര എന്നാണ് വാഹനത്തിന്റെ പേര്. പക്ഷെ ഇതൊരു സഞ്ചരിക്കുന്ന ഫ്യൂൽ സ്റ്റേഷൻ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഫ്യൂൽ തീർന്നിട്ടുണ്ടെങ്കിൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറി പോലെ നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി, അതിന്റെ മൊബൈൽ പഞ്ചർ കട, എന്താവശ്യത്തിന് നമ്മുടെ അടുത്ത് വരും. ഒരു സർവീസ് ആണ്. ഇനിയുള്ള കാലത്ത് ഈ ക്യാനില് ഡീസൽ പെട്രോള് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, പെട്രോൾ പമ്പിൽ കിട്ടത്തില്ല എന്നുള്ളൊരു ഇത് വരുന്ന ഇതിനു മുമ്പ് ഒരു ഫ്യൂൽ സ്റ്റേഷൻ നമ്മളെ അടുത്തോട്ട് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടിയാണ് ഇതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ വണ്ടി ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സഞ്ചരിക്കുന്ന ഫ്യൂൽ സ്റ്റേഷൻ. ടാറ്റ അൾട്ര ബോഡിയിലാണ് വന്നിരിക്കുന്നത്. 6000 ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റി ആണ്. അതെ, ടാങ്ക് സെപ്പറേറ്റ് ആണെങ്കിലും ഫ്യൂവൽ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അത് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഡീസൽ ആണെങ്കിൽ ഡീസൽ മാത്രം. അറകൾ രണ്ടാണ്, 3000 വെച്ചിട്ടുള്ള അറകളാണ്. അതുപോലെ തന്നെ നോബ് സിംഗിൾ നോബാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ പെട്രോൾ വേറെയും ഡീസൽ വേറെ ആയിട്ടും ചെയ്യാൻ പറ്റത്തില്ല. സിംഗിൾ ആയിട്ട്
കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഒരു പെട്രോൾ പമ്പിൽ കൊടുക്കാനുള്ള ഡെൻസിറ്റി, റേറ്റ്, അതുപോലെ തന്നെ ലെറ്റേഴ്സ്, അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. ഒരു പെട്രോൾ പമ്പ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. മൊബൈൽ, അതെ, മൊബൈൽ അത് നമ്മൾ എവിടെ ഉണ്ടോ അവിടെ കൊണ്ടുവന്ന് സാധനം തരും. ഇനിയുള്ള കാലത്ത് ഒരിക്കലും ക്യാനില് അതേപോലെ തന്നെ കുപ്പികളിൽ സാധനം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഒരു പെട്രോൾ പമ്പ് ഇടുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് ആണ്. അപ്പൊ ചെറിയ രീതിയിൽ ഒരു പെട്രോൾ പമ്പായിട്ടും ഉപയോഗിക്കാം. അതായത് ചെറിയ സ്ഥലം മതിയല്ലോ. അതെ അതെ, ഇത് വണ്ടി കൊണ്ടുപോയിട്ട് ഈ ക്രഷറുകള് അതേപോലെ തന്നെ ചില JCB ഇറ്റാച്ചുകളിലൊന്നും. അതെ, അതായത് ഇപ്പൊ നമ്മുടെ ഉൾനാട്ടിലെ ഉൾപ്രദേശത്തൊക്കെ കാട്ടിനകത്തെ ക്രഷറും അങ്ങനെയല്ല ഉൾപ്രദേശങ്ങളിലെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരും. അവിടെയൊക്കെ ഫ്യൂൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർപ്പസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെയാണ് വാൾ ബോക്സ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ടാങ്കിന്റെ വാൾവും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ തന്നെ ബാക്കിലും ലിവർ ബോക്സ് ഉണ്ട്. ലിവർ ബോക്സ് എന്ന് പറയുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ലിവർ ബോക്സ് 2 ടാങ്കുകളും ഓപ്പൺ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഫയർ എക്സ്ക്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പർ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം സേഫ്റ്റി തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ ലിക്വിഡ് പെട്രോളിയം പ്രോഡക്റ്റ് കൊണ്ടുവന്നുകൊണ്ട് സേഫ്റ്റിയിലായിരിക്കും. അതെ, അൾട്രയുടെ ആ ഒരു ഇതേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് ഇതില് ഫ്യൂല് വരുന്നതുകൊണ്ട് മാറ്റങ്ങളൊന്നുമില്ല. അൾട്രയിൽ ഈ ഇത് ഫ്യൂൽ സ്റ്റേഷൻ ചെയ്തു ആ ഒരു ഡെമോക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഉപയോഗിച്ചത്. ഈ പർപ്പസ് ഇത് ഏത് വാഹനത്തിലും ചെയ്യാം. അപ്പൊ ഈ ഒരു കമ്പനിയുടെ പോർട്ടബിൾ ഫ്യൂൽ സ്റ്റേഷൻസ് ഒരുപാട് മോഡലുണ്ട്. ഇതൊരു മോഡലാണെങ്കിൽ വണ്ടിയിലൊരു മോഡല്, അല്ലാതെ തന്നെ കൊണ്ടുപോയി വെക്കാവുന്ന വേറൊരു മോഡല്, അങ്ങനെ 3-4 മോഡൽ ഇവിടെ ഉണ്ട്. ടാങ്കുകളായിട്ടും സ്റ്റേഷൻസ് ആയിട്ടും പോർട്ടബിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കമ്പനി എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതെ, അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ MGയുടെ ബോഡി MGയിൽ വരുന്ന. അതെ, ഓക്കെ, നമ്മൾ ഇതുവരെ പല MGയുടെ മോഡലും കണ്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈഗറെ നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാർ Z ആണല്ലേ? സ്റ്റാർ Zലാണ് ഇനി ഇറങ്ങാൻ പോകുന്ന പുതിയ നേരത്തിലോട്ട് ഇറങ്ങാൻ പുതിയ ലേറ്റസ്റ്റ് ബോഡിയാണ്. അടിപൊളി അല്ലേ? അടിപൊളി ലുക്കാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ലൈറ്റില് മാറ്റം വരുത്തിയിട്ടുണ്ട്. ടൈഗ്രയിലും ഇതില് ലൈറ്റില് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, MGയുടെ സ്റ്റാർ Z നമുക്ക് ഭാരത് ബെൻസിന്റെ ഒരു കോംബോ ആണ് വന്നിരിക്കുന്നത്. 13.5 മീറ്റർ സ്ലീപ്പർ കോച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്യാബിൻ വ്യൂ ഇങ്ങനെയാണ്. ഓക്കെ, അത്യാവശ്യം MG ഫസ്റ്റ് ടൈം വന്ന ആ ഒരു മോഡലിലാണ് ഇപ്പോഴും ഡാഷ്ബോർഡ് കൊടുത്തിട്ടുള്ളത്. ടൈഗർക്ക് മാറ്റം ഉണ്ടെങ്കിൽ ഇതില് സ്റ്റാർ സെറ്റില് ആ ഒരു പഴയ ഒരു ഫീലിംഗ് ഗ്ലൈഡറിന് വരുന്ന ആ ഒരു മോഡലിലാണ് ഇപ്പൊ ഡാഷ്ബോർഡ് കൊടുത്തിട്ടുള്ളത്. ക്യാബിനകത്ത് നമുക്ക് നമുക്കിതില് AC വെന്റ് ഉണ്ടോ? AC വെന്റ് ഉണ്ട്. AC വെന്റ് ഫ്രണ്ടിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം AC കൂളിംഗ്, ഡ്രൈവർ ക്യാബിനും കൂടി AC കൂളിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. എന്തായാലും വളരെ തിരക്ക് കുറവുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. രാവിലെ 2ാമത്തെ ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ Zന്റെ ഒരു അകവശം കാണാൻ കഴിയുന്നത്. അത്രയും നീറ്റ്നെസ്സിലാണ് MG കൊടുത്തിട്ടുള്ളത്. MGയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പക്കയാണ്. പ്രീമിയം ലുക്കാണ്. എല്ലാം ഒന്നിനും മിച്ചമാണ്. അതിന് ബാക്കില് ഫയർ എക്സ്ക്യൂഷൻ ഉണ്ട്, അതുപോലെ എമർജൻസി ഡോർ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ഈ ബാഗ് ക്യാരിങ് ഒരു മോഡൽ ഇതാണ്. അതെ അതെ, MGയിൽ ഈ മോഡലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ MGയുടെ ടൈഗ്രയ്ക്കും ഏകദേശം ഈ ഒരു മോഡൽ തന്നെയാണ്. അതെനിക്ക് നല്ല ഒരു പില്ലും കൊടുത്തിട്ടുണ്ട്. ബെഡും നല്ല ഭംഗിയുണ്ട്. ചാർജിങ് പോയിന്റുകള്, മൊബൈൽ ഹോൾഡറുകൾ, നോർമലായിട്ട് എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട്. സ്ലീപ്പർ ബസ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ സീറ്റിലും ഹാമർ കൊടുത്തിട്ടുണ്ട്. എമർജൻസി ആയിട്ട് ഹാമർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 എമർജൻസി എക്സിറ്റുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അടിപൊളി, സൂപ്പർ തന്നെ. നമുക്ക് കർട്ടനൊക്കെ ഈ ഒരു മോഡലാണ് കേട്ടോ. ക്വാളിറ്റിയുള്ള ഒരു കർട്ടനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് കർട്ടൻ മാറണം. ഈ കർട്ടൻ മാറി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലുക്ക് പുറത്തുനിന്നായാലും അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇരുന്നായാലും കിടന്നായാലും പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് വിശാലമായ നമുക്ക്
അടിപൊളി ക്ലിയർ ആയിട്ടുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. നല്ല ലെങ്തിലും അല്ലേ ക്ലിയർ ആയിട്ടുണ്ട്. സാധാരണ ചെറിയൊരു ഗ്ലാസ് ആണ് വരുന്നത്. അതായത് ഇതിന്റെ ഇടയ്ക്ക് പാതി വരുമെന്ന് തോന്നുന്നില്ലേ? ഇതിപ്പോ ഓരോ ഇതിനും ക്വാർട്ടർ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓരോ ബെർത്തിനും ഓരോ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് സ്റ്റാർ സെഡ് മോഡൽ. ഇതിപ്പോ നമുക്ക് MGയുടെ ബാരബൻ ഷാസിയിലും തൊട്ടപ്പുറത്ത് ബ്ലൂ ഉണ്ടോ ഏഷ്യറിന്റെ ഷാസിയിലുമാണ് ആ ബോഡി പണിഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് ബോഡിയിലും MGയുടെ സെഡ് മോഡൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഡെമോയ്ക്കായിട്ട്. സ്ലീപ്പർ ബസ്സിൽ എല്ലാത്തിനും കൊമ്പ് മസ്റ്റ് ആണ്. കൊമ്പ് മസ്റ്റ് ആണ്. കൊമ്പില്ലെങ്കിൽ ആനക്ക് കൊമ്പില്ലാത്ത പോലെയാണ്. അതെ, ബസ്സിന് കൊമ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് കേരളക്കാർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ്, കാര്യമാണത്. അതെ, അതാണെങ്കിൽ ഇതിന് മുമ്പുള്ള ഹെഡ്ലൈറ്റ് അല്ല, ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ സെറ്റിന് മാറ്റമുണ്ട്. അതെ അതെ, ലൈറ്റ് മാറ്റമുണ്ട്. വണ്ടി റോട്ടില് എങ്ങനെയുണ്ടാവും? കംഫർട്ടബിൾ, അടിപൊളിയായിരിക്കും. ഭാരത് ബെൻസ് ആയതുകൊണ്ട് ഓക്കെ. അപ്പൊ നമുക്ക് ഈ സൈഡിൽ തുടങ്ങാം. നോക്കി പോവാം. അടിപൊളിയായിട്ടാണ് ഫ്യൂൽ ടാങ്കിന്റെ ഓപ്പണിംഗ് തന്നെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ എടുത്ത് പറയാനുള്ളത്. നമുക്ക് ഈ ഒരു ബോഡിയിൽ 2 ടൈപ്പില് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ബാരബൻസിൽ ചെയ്തിരിക്കുന്നത് കറക്റ്റ് മുകളിലോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് സ്പേസ് കുറച്ച് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതും. ഇതാവുമ്പോ ഇത്രയും ലെങ്ത് വരുന്നോണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളെ താത്തും പൊക്കിയും ഈ ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ഓപ്പണിങ് അതേപോലെ തന്നെ ക്ലോസിംഗും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതാണെങ്കിൽ ഇത്രയും സ്പേസ് വേണം ഇത് തുറക്കണമെങ്കിലും അടക്കണമെങ്കിലും. മറ്റൊരു വാഹനത്തിന്റെ അടുത്ത് ഒരിക്കലും തുറക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഡിക്കി സ്പേസ് കുറച്ച് അപ്പുറത്തൊന്നും കൂടെ നോക്കാം അല്ലേ? അതാണ് ബാക്ക് ടൈൽ ലൈറ്റിന്റെ വ്യത്യസ്തമാണ്. നേരത്തെ വെച്ച് വ്യത്യാസമായിട്ട് അടിപൊളിയായിട്ടാണ് ബാക്കിലെ ടൈൽ ലൈറ്റ് കൊടുത്തത്. 1.5 പൊക്കം തന്നെയുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. ഓക്കെ, എമർജൻസി എക്സിറ്റ് ആണ് പുറകിൽ വരുന്നത്. ഓക്കെ, MGയുടെ എംബ്ലം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും റെഡ് കളർ ഒരു ലുക്ക് ലുക്കാണ്. ലുക്ക് തന്നെയാണ്. വീല് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിന് നേരത്തെ വന്നത് ഫ്രണ്ടിൽ സൈഡിൽ ഒരു റാക്ക് പോലെ ആണെങ്കിൽ ഇതിപ്പോ സ്റ്റെപ്പിന് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്. അറേഞ്ച്മെന്റ്സ് ലോക്ക് സിസ്റ്റം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് സ്പേസ് കൂടുതലായിട്ടാണ് ഈ വാഹനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെയാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി നേരത്തെ ഒരു സ്പേസ് ബാറ്ററിക്ക് മാത്രമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ബാറ്ററിക്ക് പകുതിയും അതിന് മുകളിലും ലഗേജ് സ്റ്റോറേജ് ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളി ഒരു ബോഡിയാണ്. കേരളത്തിൽ ഒരുപാട് ഇറങ്ങാൻ പോകുന്ന ഒരു മോഡലാണ്. അതെ, ഇനി ഒരുപാട് ഇറങ്ങാൻ പോകുന്ന ഒരു മോഡലാണിത്. ഭാരത് ബെൻസ് ഷാസിയില് സ്റ്റാർ സെറ്റ്. സ്റ്റാർജിയുടെ 2 കളറിലുള്ള 2 ബോഡിയാണ് ഇതിനുള്ളത്. ഒന്ന് ഏഷ്യറിന്റെതും ഒന്ന് ബാരബൻസിന്റെ. അല്ലേ? നമ്മൾ നേരത്തെ ബാരബൻസിന്റെ അടുത്ത് അടുത്തതായിട്ട് നമ്മൾ ഏഷ്യറിന്റെ ബോഡിയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? ഏഷ്യറിലെ ബ്ലൂ ആണ് വരുന്നിട്ടുള്ളത്. ഏഷ്യറിന്റെ ചേസില് ബോഡി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് അകത്തേക്ക് നോക്കിയാലോ ക്യാബിനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഏഷ്യറിന്റെ സെയിം ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ഗ്ലൈഡർ മോഡലിന്റെ ആ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അതേ സെയിം മോഡലിലാണ് കൊടുത്തിട്ടുള്ളത്. അതില് നമ്മുടെ ടൈഗ്രയിലോട്ട് മാത്രമാണ് ഇതിന്റെ ഡാഷ്ബോർഡ് അതേപോലെ തന്നെ സൈഡ് ഇത് മാറ്റം വന്നിട്ടുള്ളത്. ഏഷ്യറിലോട്ട് വരുന്നപ്പോഴും MGയിൽ വലിയ മാറ്റങ്ങളൊന്നും MG ബോഡി ബിൽഡേഴ്സ് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. സെയിം ബോഡി തന്നെയാണ് ഇത്. അകത്തെ വ്യൂവും സെയിം ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ബാരബൻസും ഏഷ്യറും അകത്തുനിന്ന് കണ്ട സെയിം ആയിട്ടാണ് ആയിരിക്കും. പക്ഷെ ഇത് ഷാസിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു കൂടുതലും എല്ലാവർക്കും ബാരബൻസ് ആയിരിക്കും താല്പര്യം. എങ്കിൽ പോലും ഏഷ്യറിലും വണ്ടി വരാൻ സാധ്യതയുണ്ട്. ബാരബൻസ് ഓർ ഏഷ്യർ ഏതാണ്? കുഴപ്പമില്ല, കോച്ച് രണ്ടും സെയിം ആണ്. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഒന്ന് ഏഷ്യറിനാണെങ്കിൽ ഒന്ന് ഭാരത് ബെൻസ് ആണ്. ആ ഒരു മാറ്റം ഷാസിയിലുള്ള മാറ്റങ്ങളും മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ഏഷ്യറിലോട്ട് വരുമ്പോൾ ഡിക്കി വരുന്നത്
ഓപ്പൺ ടൈപ്പ് ആണ്, ഓക്കെ സൈഡിലോട്ട് ഓപ്പൺ ആണ്. ഇത് ഭാരത് ബെൻസ് വരുമ്പോൾ സൈഡിൽ ചെറിയ വലിയ സ്ഥലം ഇല്ലാതെ ഓപ്പണിങ് പറ്റും. ഇത് ഇച്ചിരി സ്ഥലം പഴയ കണക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഹാളിൽ ഏറ്റവും ആൾക്കാരുടെ തിക്കും തിരക്കും അനുഭവിക്കുന്ന ഒരു മോഡലാണ് ഇതായിരിക്കുന്നത്. വോൾവോ 9600. വോൾവോ 9600 ഏറ്റവും പുതിയ മോഡൽ അല്ലേ? ഇനി നിറത്തിൽ ഇറങ്ങാൻ പോകുന്ന വാഹനം കൊമ്പില്ലാത്ത വോൾവോ. കൊമ്പില്ല പകരം പറഞ്ഞ ഈ മിറർ ഉണ്ട്, അകത്ത് ക്യാമറ മിറർ ആണ് ഇനി വരുന്നത്. പക്ഷെ കേരളക്കാർക്ക് കൊമ്പുള്ള വോൾവോയാണ് ഏറ്റവും ഇഷ്ടം. അതെ. ഓവറോൾ എന്തൊക്കെ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ഒരു വാഹനത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ? നിലവില് ഈ വാഹനത്തിൽ വരുമ്പോ SLX, അതായത് 9600 SLX വരുമ്പോ പുതുതായിട്ട് വരുന്നതിൽ ഈ മിററും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും. ഹെഡ്ലൈറ്റിൽ നേരത്തെ വന്നിരുന്ന ബൾബ് ആണെങ്കിൽ ഇതിപ്പോ പ്രൊജക്ടർ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. SLX പുതുതായിട്ട് ഇപ്പൊ ഈ ലോഞ്ച് ചെയ്ത മോഡലും ഇതിന് മുന്നേ ഉള്ള SLX മോഡലും ആയിട്ട് മാറ്റങ്ങൾ വെച്ചാൽ ഈ രണ്ട് മാത്രങ്ങൾ. ഓക്കെ, ക്യാബിനകത്ത് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് വാഷ്റൂം വരുന്നുണ്ടെന്ന് പറയുന്നു, പാൻട്രി വരുന്നുണ്ടെന്ന് പറയുന്നു. വാഷ്റൂമും പാൻട്രിയും SLX മോഡലിലും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകൾ നോക്കാം. ക്യാബിന്റെ വ്യൂസും കൂടി കാണാം. അപ്പൊ നമ്മുടെ ക്യാബിനകത്തുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ്. വോൾവോ 9600 SLX ന്യൂ മോഡൽ ലോഞ്ചിങ്ങിന്റെ ഈ മിററിലുള്ള വാഹനത്തില് ഈ മിററും ആണ്, അതേപോലെ തന്നെ അത് റെക്കോർഡിംഗും ആണ്. റെക്കോർഡിംഗ് ടൈപ്പിലാണ് ഈ മിറർ വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും കൊമ്പിന് പകരം ഈ മിററാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും. അതേപോലെ തന്നെ ഈ വാഹനത്തില് 360 ഡിഗ്രി ക്യാമറയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയറിന്റെ, നേരത്തെ നമുക്ക് എയർ വണ്ടി പുറത്തിറങ്ങി തട്ടി നോക്കണ്ടായിരുന്നു, പക്ഷെ ഇതില് എയർ പ്രഷർ എത്രയാണെന്നുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും. വാഹനത്തിൽ തന്നെ അതിനിടയിലുള്ള ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ താഴെ കാണിക്കുന്നത് ഇത് 360 ക്യാമറയാണ്. അതേപോലെ തന്നെ ആൽക്കഹോൾ അടിച്ചിട്ട് ഒരിക്കലും ഈ വാഹനം ഓടി വെക്കാൻ പറ്റത്തില്ല, വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. വണ്ടി സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് ആൽക്കഹോളിന്റെ ടെസ്റ്റ് എടുത്തിട്ട് ബ്രീത്ത് അനലൈസർ ബ്രീത്ത് അനലൈസർ ചെയ്തിട്ട് മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് വോൾവോ സേഫ്റ്റിക്ക് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഡ്രൈവർ ഫസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് ബ്രീത്തിങ് അനലൈസർ ചെയ്തിട്ട് മാത്രമേ അതേപോലെ തന്നെ ഇവിടെ ഡ്രൈവറെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഡബിൾ ക്യാമറ ആണ്, ഫ്രണ്ടും കാണാം, അതേപോലെ തന്നെ ഡ്രൈവർ ക്യാപ്ചറും കിട്ടുന്ന ക്യാമറയാണ്. അതേപോലെ തന്നെ ഇത് വെയിലടിക്കുന്നതിനുള്ള ഇത് ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ വരുന്നത് നമുക്ക് വലിച്ചിട്ടായിരുന്നെങ്കിൽ ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി താവുകയും സ്വിച്ച് ബേസ് ഓട്ടോമാറ്റിക് താവുകയും പൊക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് ഈ 9600 SLXന്റെ കൂടുതലായിട്ട് വന്നിട്ടുള്ള മോഡലിലുള്ള പ്രത്യേകതകൾ. ബാക്കിയെല്ലാം നോർമലായിട്ട് വരുന്ന തന്നെയാണ്. സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ഓളമൊക്കെ നമ്മൾ 9400 കണ്ടതിന്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇതിലിപ്പോ സീറ്റ് ആൻഡ് പ്ലസ് സ്ലീപ്പർ, ഈ സീറ്റ് ആൻഡ് സ്ലീപ്പർ ഇവര് പറയുന്നത് സീറ്റ് ആൻഡ് സ്ലീപ്പർ ആദ്യമായിട്ടാണ് ഈ ലോഞ്ചിങ്ങിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് വോൾവോയിൽ ചെയ്യുന്നത്. ഇവിടെ ഈ പ്രവാസിലാണ് ഫസ്റ്റ് ടൈം ലോഞ്ചിങ് വന്നിട്ടുള്ളത്. ഹൗസ്ഫുൾ ആണ്, മൊത്തത്തിൽ ഹൗസ്ഫുൾ ആണ്. എല്ലാരും നല്ല രീതിക്ക് അതിന്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ആയിട്ട് രണ്ടാമത് പ്രത്യേകത എന്ന് പറയേണ്ടത് ഇതിന്റെ പാൻട്രിയും അതേപോലെ തന്നെ ഈ സൈഡിൽ ഇതാണ് പാൻട്രി, ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ വാഷ്റൂം. ഈ ദീർഘദൂര യാത്രയിൽ ഏറ്റവും പാസഞ്ചേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വാഷ്റൂമിന്റെ കേസ്. ലേഡീസിനാകുമ്പോഴും നമ്മൾ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് വണ്ടി ആദ്യം നമുക്ക് നോക്കേണ്ടത് അവരുടെ സേഫ്റ്റി, അതുപോലെ തന്നെ വാഷ്റൂമിന്റെ കേസ്. ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും ആയിട്ട് ലേഡീസ് അനുഭവിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ട്. ജെൻസിനെന്ന് വെച്ചാൽ വെളിയിൽ ഔട്ട്സൈഡ് പോകാൻ പറ്റും, പക്ഷെ ലേഡീസിന് ഏറ്റവും അവരെ ചില സമയത്തുള്ള അവരെ ബുദ്ധിമുട്ടുകൾ, ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ. റിക്വസ്റ്റ് ചെയ്തിട്ടും പല സമയത്തും പല പമ്പുകളും കാണാൻ പറ്റുന്നില്ല, പലയിടത്തും ബാത്റൂം ഒട്ടും ഹൈജീൻ അല്ല, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ പീരീഡ് സമയത്തൊക്കെ വണ്ടി നിർത്താൻ, നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ട്, പക്ഷെ അവരെ മാനസികമായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് വണ്ടി നിർത്തണം. പക്ഷെ
അതിന് പറ്റിയ ഒരു സാഹചര്യം ചിലപ്പോ കാണത്തില്ല. അപ്പൊ നമ്മൾ അവരെ വിഷമം നമ്മൾ മനസ്സിലാക്കി ചിലപ്പോ നമുക്ക് അവർക്ക് വേണ്ട സൗകര്യത്തിനുള്ള സ്ഥലം കിട്ടത്തില്ല. അതെ അതെ. അപ്പൊ അതിന് ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് എന്തുകൊണ്ടും ദീർഘദൂര വാഹനത്തില് എന്തുകൊണ്ടും ഇതൊരു അടിപൊളി ഫെസിലിറ്റിയാണ്, ഫീച്ചറാണ് വാഷ്റൂം. ഓക്കെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്. വാഷ്റൂം അതിനൊക്കെ ഇവിടെയാണ് നമുക്ക് എക്സിറ്റ് വരുന്നത്. ഇത് എക്സിറ്റ് വരുന്നുണ്ട്, ഇവിടെ എമർജൻസി എക്സിറ്റ്. ഇത് പാൻട്രി ആണ്, പാൻട്രി ലോക്കിംഗ് ആണ്. ഇതാണ് പാൻട്രി വരുന്നത്. അതെ, ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജാണല്ലേ? ഫ്രിഡ്ജാണ് ഈ കാണിക്കുന്നത്. മുകളിൽ ഫ്രിഡ്ജാണ്. അങ്ങനൊക്കെ ഓരോ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ലോക്കാണ്. വാഹനത്തിന്റെ സെന്റർ ഭാഗത്താണ് ഈ എക്സിറ്റ്. അത് എമർജൻസി എക്സിറ്റ് ആണോ? ഇത് എമർജൻസി എക്സിറ്റ് ആണ്. എക്സിറ്റ് ഫ്രണ്ടിലെ ഡോറിൽ മാത്രമേ ഉള്ളൂ. ഇത് എമർജൻസി എക്സിറ്റ് ആണ്. ഈ വാഹനത്തിന്റെ സെന്ററിലാണ് ഈ എമർജൻസി എക്സിറ്റ് കൊടുക്കുന്നത്. സാധാരണ എല്ലാം പിറകു വശത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിറകു വശത്തും സൈഡില് ലാസ്റ്റുകളൊക്കെയാണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടുള്ളത് നമ്മുടെ ഒരു വൺ സൈഡ് സിംഗിൾ സീറ്റിലെ ഒരു കാഴ്ച. അതുപോലെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ വളരെയധികം അടിപൊളിയാണ്, ഈസിയാണ്. അതെ, അടിപൊളി സീറ്റാണ്. അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ചെറിയ ടേബിൾ വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ. അടിപൊളിയാണ്, അടിപൊളി ഫീച്ചേഴ്സ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതെ, ഡിസ്പ്ലേ വരുന്നുണ്ട്. ചാർജിങ് പോയിന്റ്, ഓരോരുത്തർക്ക് വേണ്ട ചാർജിങ് പോയിന്റുകൾ സീറ്റിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. USB C പോർട്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ പുഷ് ബാക്ക്, ഈ സീറ്റ് പുഷ് ബാക്ക് ആണ്. അതേപോലെ സീറ്റ് ബെൽറ്റ്, ഓരോ സീറ്റിനും പ്രത്യേകമായിട്ട് സീറ്റ് ബെൽറ്റ് വരുന്നത്. ഡബിൾ ആയാലും സിംഗിൾ ആയാലും കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് വരുന്നുണ്ട്. സീറ്റിന്റെ ഈ താഴെ ലെഗ് റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു 7 ഇഞ്ചിൽ വരുന്ന ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ആൻഡ്രോയിഡ് ആണ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് നെറ്റ് കണക്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു സിനിമയും കാര്യങ്ങളും കാണാൻ പറ്റും. അതോ എങ്ങനെയാണ്? ഓൾറെഡി ഇതില് നെറ്റ് സിനിമ കാണാന്ന് കാണിച്ചിട്ടുണ്ട്, മ്യൂസിക് ഇടാന്ന് കാണിച്ചിട്ടുണ്ട്, ഗെയിം കളിക്കാന്ന് കാണിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതപ്പോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിന് കണക്ട് ചെയ്യണോ? അല്ല, ഇതിലുള്ള വോൾവോയില് കണക്ട് ചെയ്തിട്ടുള്ള വണ്ടിയിലുള്ള വൈഫൈ കിട്ടുന്ന ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, ഓരോ 2 സീറ്റിന്റെ ഇടയ്ക്ക് ഒരു എമർജൻസി ഹാമർ കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു കപ്പ് ഹോൾഡറും അതേപോലെ തന്നെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതാണ് ടേബിൾ സീറ്റ് സെയിം ആണ്, കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇത്രയും നേരം വന്നത് താഴെ സീറ്റും മുകളിൽ ബെർത്തുമായിട്ടാണ്. പക്ഷെ ലാസ്റ്റ് റോയില് അടിയില് സ്ലീപ്പറും കൂടി വരുന്നുണ്ട്. ഓക്കെ, 2 താഴെ മുകളിലുമായിട്ട് ബെർത്ത് തന്നെയാണ്. അതെ, ഈ ലാസ്റ്റിലെ പോർഷൻ മാത്രം സ്ലീപ്പർ ആയിട്ട് വരുന്നുണ്ട്. സിംഗിൾ സീറ്റും ഡബിൾ സീറ്റും ആയിട്ട്. അത് അവിടുന്ന് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബെർത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വോൾവോയിൽ വരുന്ന ബെർത്ത് ഇങ്ങനെയാണ്, സ്ലീപ്പർ ബെർത്ത് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീപ്പറിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബെർത്തും അതിനൊക്കെ തന്നെ പില്ലോയും ഉണ്ട്. പില്ലോയില് വോൾവോ എന്ന് എഴുതിയിട്ടുമുണ്ട് അല്ലേ? വോൾവോന്റെ സ്വന്തം പില്ലോ തന്നെയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് കിടന്നിട്ടൊക്കെ? അടിപൊളി, ഒരു രക്ഷയില്ല. വോൾവോ എന്ന് പറഞ്ഞാൽ കംഫർട്ടിൽ അത്രയും പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ. ഓക്കെ, നമുക്ക് ഈ ബെർത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? അപ്പൊ ഈ ബെർത്തിലെ സൗകര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ബെഡ്, പില്ലോ, അതുപോലെ തന്നെ 2 സ്ട്രെഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 പേർക്കും സെപ്പറേറ്റ് കർട്ടൻ കൊടുക്കും. അതെ, സെപ്പറേറ്റ്. അതുപോലെ തന്നെ കറണ്ടിൽ ഉപയോഗിക്കാവുന്ന നമ്മള് 2 പ്ലഗ്, അതിന്റെ പ്ലഗ് ആണ്. അതെ, ആ ഒരു സാധനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ ടിവിയിൽ എന്ത് കാണുന്നോ എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പ് കൊണ്ടുവന്ന ചാർജ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ്. ഇതാണ് ഇതിന്റെ ഹെഡ്ഫോൺ. അതായത് നമുക്ക് ഈ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളതിൽ മ്യൂസിക്, സിനിമ കാണാൻ പറ്റുന്നതിന്റെ അതിന്റെ ഹെഡ്ഫോൺ ഇതാണ്. ഹെഡ്ഫോൺ ഇതാണ് ഇത്. ഓക്കെ, അതൊക്കെ റിമോട്ട് ഉണ്ടല്ലോ. റിമോട്ട് ഉണ്ട്. ഈ ടിവിയിൽ എന്തൊക്കെ വേണമെന്നുള്ളതിന്റെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കിടന്നുകൊണ്ട് കഴിഞ്ഞാൽ കൈയിട്ട് കുത്തണ്ട, എണീറ്റ് കൈയിട്ട് കുത്തണ്ട. ഓക്കെ, അതിൽ തന്നെ ഓൺ ഓഫ് ഒക്കെ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഇത് കൊടുത്ത് ഇത് എടുത്തോണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു ഇത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഫോൺ ടൈപ്പ് ആണ്. അതെ,
ഫോൺ ടൈപ്പ് പഴയകാല ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുമോ കൂടെ? പഴയകാല ഫോൺ ടൈപ്പ് കണക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് എടുത്തുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. റിമോട്ടിന് എന്തായാലും ഈ വയറിന്റെ ആവശ്യമില്ല. ഇത് ബാറ്ററി ടൈപ്പ് ആണ്. ബാറ്ററി ടൈപ്പ് ആണ് വരുന്നത്. അപ്പൊ റിമോട്ടിന് എന്തായാലും ഈ വയറിന്റെ ആവശ്യമില്ല. ഡിസ്പ്ലേ ഓണും ഓഫും ഈ സൈഡ് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ ഇത് വരുന്നത് ചാർജിങ്ങിലാണ്, യുഎസ്ബിന്റെയും സി പോർട്ടിന്റെയും. പിന്നെ വരുന്നത് വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ടിവിയിലെ ഓഫും ഓണിന്റെ സ്വിച്ച് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഒരു ഹാമർ, ഇവിടെ ഹാമർ കൊടുത്തിട്ടുണ്ട്. ഈ ടിവിക്ക് തൊട്ട് പുറകിലായിട്ട് ലഗേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് ഇതില് ഈ ബർത്തിൽ വരുന്ന സൗകര്യങ്ങൾ. വെന്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഇതില് ലൈറ്റ്, റീഡിംഗ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലാതെ ഒരു വാം ലൈറ്റ് ഉണ്ട്. പിന്നെ AC വെന്റ്, അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബാക്കിലായതുകൊണ്ട് കുറച്ച് വിൻഡോയുടെ ഒരു കാഴ്ചക്ക് ചെറിയൊരു കുറവുണ്ട്. അതായത് വിൻഡോ എല്ലാ ഇതിലും ഫുൾ ലെങ്ത്തിൽ കിട്ടുമ്പോൾ അത് അല്ല, സ്ലീപ്പർ ബർത്തിന് മൊത്തത്തിൽ ഇങ്ങനെയാണ്, എല്ലാ ബർത്തിനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ സീറ്റ് അറേഞ്ച്മെന്റ്സിലോട്ട് വരുമ്പോൾ വലിയ ഗ്ലാസ് ആണ്, വൈഡ് ആയിട്ടുള്ള. അതുപോലെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ ഇത് വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് അവിടെ നിന്ന് വരുമ്പോ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് ഈ സൈഡില്ല, അതായത് ഈ ഒരു ബർത്തിന് ആൾക്ക് വേണ്ടി വിൻഡോ സൈഡിലല്ല, വിൻഡോ സൈഡ് അല്ലാത്ത ഭാഗത്ത് ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചുകൾ എല്ലാ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫയറിംഗ് എക്സ്റ്റിംഗ്വിഷർ വന്നിട്ടുണ്ട്, ഒരു ക്യാമറ വന്നിട്ടുണ്ട് മുകളിൽ, വാക്ക് വേ ക്യാമറ ഫ്രണ്ടിലുണ്ട്. വാക്ക് വേ ക്യാമറ ഒരു ഫ്രണ്ടിലൊന്നുണ്ട്, ബാക്കിലും ഉണ്ട്. എല്ലാം സേഫ്റ്റിയുടെ ഭാഗമാണ്. എത്രത്തോളം സേഫ്റ്റി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കയറി അല്ലേ ഇറങ്ങുന്നതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വാഹനം. ശരിക്കും ഒരു ഈ ഫ്ലൈറ്റ് യാത്ര എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതാണ് വോൾവോ റോഡിൽ ചെയ്യിക്കുന്നത്. ഇങ്ങനെ കിടന്നുകൊണ്ട് ഹെഡ്സെറ്റും വെച്ച് മോണിറ്ററിൽ സിനിമയും കണ്ടു, പാട്ടും കേട്ട കിടന്നുറങ്ങാം. പക്ഷെ പെട്ടെന്ന് സ്ഥലത്തെത്തും. 2 ദിവസം 3 ദിവസത്തെ യാത്ര കിട്ടണം. വോൾവോയില് അതെ, നമുക്ക് എന്തായാലും ഉടനെ നമുക്കൊരു വണ്ടി കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നേ വരെ ഇന്ത്യയിൽ ആർക്കും റോഡുകളിൽ കിട്ടിയിട്ടില്ല, ഓടിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. അതെ, ഈ മോഡല്, അതായത് ഇവിടെ എക്സിബിഷനിലാണ് ഫസ്റ്റ് ടൈം ഇതിന്റെ ലോഞ്ചിങ് വരുന്നത്. അതെ, ഈ ഒരു ഒറ്റ വാഹനം മാത്രമേ ഇപ്പൊ ഇന്ത്യക്കാരിലെ എല്ലാവർക്കും ഇന്നത്തെ ദിവസം കാണാൻ പറ്റൂ. ഇതുവരെ ലോഞ്ചിങ് ചെയ്തിട്ടില്ല, ആരെ കയ്യിലും കിട്ടിയിട്ടില്ല. SLX പുതിയ മോഡൽ, ന്യൂ മോഡൽ. അതെ, ഇതിന് മുന്നുള്ള വേർഷൻ കിട്ടിയിട്ടുണ്ട്. SLX പലരും എടുത്തിട്ടുണ്ട്, ഒരുപാട് കമ്പനികൾ. നമ്മുടെ കേരളത്തിൽ ഇത് ഒരുപാട് പേര് ബുക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കും, കാരണം കാത്തിരിക്കുന്നവര് ഒരുപാട് പേരുണ്ടാവും. അതെ അതെ അതെ, പല കമ്പനികളും കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ നമുക്ക് തന്നെ ഒരു അവസരം കിട്ടും. നമ്മൾ ഒരുപാട് പേരെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ, ഉറപ്പായിട്ടും നമ്മൾ ഇതിന്റെ ഓൺ റോഡ് തീർച്ചയായിട്ടും ചെയ്യും. അതെ അതെ, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് SLX ഒന്ന് ഓടിക്കുക എന്നുള്ളത്. അപ്പോ പല ആൾക്കാരും എടുക്കുമെന്ന് പറയുന്നുണ്ട്, അവരുടെ അടുത്ത് നമ്മള് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു സമയം കിട്ടും. അതെ, അപ്പൊ നമ്മൾ എന്തായാലും ബസ്സിനകത്ത് കയറി നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കണ്ടു, നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി പുറത്തെ കാഴ്ചകൾ കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യം പറഞ്ഞു. മെയിൻ ആയിട്ട് ഈ ബസ്സിന്റെ വെളിയിൽ നിന്ന് പറയുമെന്ന് വെച്ചാൽ ഡിക്കിയാണ്. ഡിക്കി സ്പേസ്, ഡിക്കിയുടെ സ്റ്റോറേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, ഇതൊരു മൾട്ടി ആക്സിൽ ആണെന്ന് നമ്മൾ ഇതായിട്ടും പറഞ്ഞില്ല, അത് പറയേണ്ട ആവശ്യമില്ല. ഇത് കാണുമ്പോൾ 9600 മൾട്ടി ആക്സിൽ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് 9400 അത്രത്തോളം ഡിക്കി വരുന്നില്ല. അതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഫെസിലിറ്റീസ് കൊടുത്തതുകൊണ്ട് അത്രത്തോളം ഡിക്കി സ്പേസ് ഇല്ല. എന്ന് വെച്ചാൽ 9400 ഡിക്കി സ്പേസ് കൂടുതലായിരുന്നു. 4 ഡിക്കി കാലിയായിരുന്നു, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു 9400. 96 വരുമ്പോ ഡിക്കി സ്പേസ് ചെറുതായിട്ട് കുറവുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ വെക്കാനും. ഇപ്പൊ നമുക്ക് എമർജൻസി ഡോർ അവിടെ വരുന്നത് കൊണ്ട് ആ ഒരു ഭാഗം, അതെ, അതെനക്ക് വാഷ്റൂമിന്റെതും അതെനക്ക് പാൻട്രിയുടെയും വേസ്റ്റ് വെള്ളം വീഴാനുള്ള ടാങ്ക് വന്നിട്ടുണ്ട്. പാൻട്രിയുടെ ആ സൈഡിലാണ് വേസ്റ്റ് വെള്ളം വീഴാനുള്ള ടാങ്ക് വന്നിട്ടുള്ളത്. ടോയ്ലറ്റ് ആണ്, അത് ടോയ്ലറ്റ്. ഇത് പാൻട്രിയിലോട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും സ്പേസ് അവിടെ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് പ്ലാറ്റ്ഫോം കറക്റ്റ് ആയിട്ട് ലഗേജ്. പക്ഷേ 9400
ഇതിനെക്കാട്ട് ഹൈറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. നല്ല വലുപ്പം ഉണ്ടായിരുന്നു. ശരിക്കും ഇത് നോക്കിക്ക, ഒരു റോഡിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് ചാണിന്റെ ഒരു വ്യത്യാസം മാക്സിമം. ഈ ഒരു ഹൈറ്റേ ഉള്ളൂ നമ്മുടെ റോഡും ഈ ബോഡിയും വ്യത്യാസം. നമ്മുടെ കേരളത്തില് പൊക്കം ചെയ്യാൻ പറ്റും. എന്നാ എത്ര മാറ്റാൻ പറ്റും? എന്തായാലും ഒരു ചാണം കൂടി പൊങ്ങും. പരമാവധി എത്രത്തോളം റോഡിനോട് അടുത്ത് വരുന്നോ അത്രത്തോളം കംഫർട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. വോൾവോനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ബാക്ക് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ പറയാനുള്ള വെച്ചാൽ നമ്മള് നേരത്തെ ചൈത്രത്തിന്റെ വണ്ടിയിൽ 9400 വരുന്നത് വീല് തിരിയത്തില്ലായിരുന്നു. പക്ഷെ ഈ വീല് ഡമ്മി ആയിരുന്നു. പക്ഷെ ഈ വീല് എന്ന് പറഞ്ഞാൽ അത് 9600 ഈ മോഡലിലോട്ട് വരുമ്പോ നമ്മുടെ സ്കാനിയക്ക് വരുന്ന കണക്ക് വീല് ഇത് ചേഞ്ച് രണ്ടും തിരിയും. ഇല്ല, ഈ ഒരു വീല് സിംഗിൾ വീല് തിരിയും. അതായത് ഫ്രണ്ടിൽ എത്രയാണോ തിരിയുന്ന 90 ഡിഗ്രി, അതിന്റെ ഏകദേശം 4/1 ഭാഗം ഇവിടെ തിരിയും. അത് എന്താ വെച്ചാ വണ്ടി പെട്ടെന്ന് തിരിയാനും മറിയാനും ഉള്ള സൗകര്യത്തിനാണ് ഈ വീല് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്കി ഇതിന്റെ സസ്പെൻഷൻ കാര്യങ്ങളൊന്നും കാണാൻ വയ്യ. കവറിംഗ് ആണ്, എല്ലാം കവറിംഗ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ബെല്ലോ സിസ്റ്റം ആണ്, ബലൂൺ സിസ്റ്റം ആണ്. അതാ എത്രയും കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബലൂൺ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്ക് ഡിക്കും കാര്യങ്ങളും, ബാക്കിലത്തെ ഡോർ തുറക്കാൻ ഇതില്ല. എഞ്ചിൻ റൂം ആണ്. അതെ, ഇത് വരുന്നത് ഇവിടെ എഞ്ചിൻ റൂമാണ് വരുന്നത്. ഇത് തുറക്കാൻ എഞ്ചിൻ റൂമിന്റെ ലോക്ക് എവിടെയല്ലേ വരുന്നത്? അതാ ഈ സൈഡില്. ഇത് അലങ്കിയാണ്, അലങ്കി ടൈപ്പാണ് ഇതിന് ഇത് വരുന്നത്. നമുക്ക് എന്തായാലും എഞ്ചിൻ റൂം തുറന്ന് കാണാൻ പറ്റൂല. അതിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കാം അല്ലേ? സൗണ്ട് കുറവാണ്, എന്നാലും ഓക്കെ, ഉള്ളതെണ്ണം കേക്കട്ടെ അല്ലേ? ബാക്കിൽ ക്യാമറ വരുന്നുണ്ടോ? ക്യാമറ വരുന്നുണ്ട്. ഒന്ന് 360 ക്യാമറയും അല്ലാതെ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. നല്ല ഹൈറ്റിൽ നിൽക്കാണ് ബസ്. ഒരു നല്ല ഹൈറ്റ് ആണ്. ഇതേണ്ട ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ 3 പേർക്ക് മൂന്നിലൊന്നും ഇല്ല. നമുക്ക് ബാക്കിൽ വരണമെങ്കിൽ ടൈലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ടൈലൈറ്റ് വ്യത്യാസം വന്നിട്ടില്ല. സെയിം ആണ്, 96 സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ എന്തായാലും ചുറ്റി കാണിച്ചു, കണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. വോൾവോ എന്താ റിമ്മിന് പുതിയ ടൈപ്പാണ് തോന്നുന്നുണ്ട്. കൂടി പറഞ്ഞേക്കാം. മിച്ചലിന്റെ ടയറാണ് വരുന്നത്. മിച്ചലിന്റെ ടയർ, പക്ഷേ റിം നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വെയിറ്റ് വരുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് വണ്ടി എടുക്കണ്ടല്ലേ? തീർച്ചയായിട്ടും. അതിന് ലോട്ടറി എല്ലാവരുടെ മനസ്സിലും ഒരു വോൾവോ ഉണ്ടാവും, ഒരു മോഹം ഉണ്ടാവും. ഈ ഒരു പേരിനോടും ഈ ഒരു ബ്രാൻഡിനോടും. പക്ഷെ നമുക്കത് ഓടിക്കാൻ കിട്ടിയാൽ മതി. വാങ്ങിക്കാൻ എന്തായാലും നമുക്കതില്ല, ഒന്ന് ഓടിക്കാൻ കിട്ടിയാൽ മതി. അതെ, ആ ഒരു ആഗ്രഹമുള്ളൂ. നമ്മുടെ വണ്ടി കേരളത്തിൽ എത്തിയാൽ നമുക്ക് ഫസ്റ്റ് വണ്ടി കിട്ടി. ആരെങ്കിലുമൊക്കെ വണ്ടി വിളിച്ച് നമ്മളെ റിവ്യൂസ് ചെയ്യാനും വണ്ടി ഓടിക്കാനും തരും. അതെ. ഒന്നാമത് നമുക്ക് ട്രെയിനിങ് ഉണ്ടായ മറ്റേ പഴയ 9400 ട്രെയിനിങ് ഉണ്ടായതുകൊണ്ട് ട്രെയിനിങ് ഇല്ലെങ്കിലും കൂടി വണ്ടി ഒന്ന് ഓടിക്കാം. അതെ, നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഒന്ന് ഓടിക്കാം.